ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 229 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംഘർഷഭരിതമായ ഒരു ലോക അന്തരീക്ഷത്തിൽ ഒരു വലിയ നോമ്പിൻ്റെ തീവ്ര നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിലെ എൻ്റെ വ്യക്തിപരമായ ദൈവവചന വായനയിൽ യേശുവിൻ്റെ പീഡാനുഭവ വാരത്തെ ക്രോണോളജിക്കലായി, അതായത് കാലാനുക്രമമായി ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു ഞാൻ. മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തീവ്രമായ ഒരു ആത്മീയ അനുഭവമാണ് അത് എനിക്ക് നൽകിയത്. ദൈവജനത്തിൻ്റെ ആത്മീയ ജീവിത കെട്ടുപണിക്കായി പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവമക്കൾ രേഖപ്പെടുത്തിയ ദൈവ അനുഭവങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് തന്നെ അതൊരു ചരിത്ര ഗ്രന്ഥമല്ല എന്ന് നമുക്കറിയാം. ചരിത്ര ഗ്രന്ഥമല്ലാത്തതുകൊണ്ട് അതിലെ സംഭവങ്ങളൊന്നും ദിനവൃത്താന്ത രേഖകളല്ല, അഥവാ നാൾവഴി വിവരണമല്ല. എങ്കിലും സമവീക്ഷണ സുവിശേഷകരായ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ ഒരു പരിധിവരെ തങ്ങളുടെ രചനകൾ കാലാനുക്രമമാക്കാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. യോഹന്നാനാകട്ടെ തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് തൻ്റെ രചനയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ കാലക്രമം അനുസരിച്ചല്ലെങ്കിലും 4 സുവിശേഷകരും യേശുവിൻ്റെ അവസാന പെസഹ വാരത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലും, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലും, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലും, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലുമായി അവർ വിവരിച്ചിരിക്കുന്ന യേശുവിൻ്റെ അവസാന പെസഹ ദിനങ്ങളിലെ 10 ദിവസങ്ങളിലെ സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് എൻ്റെ എളിയ ഉദ്ദേശം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു ജനിച്ച നാൾ മുതൽ അവനെ ഇല്ലാതാക്കാൻ സാത്താന്യ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ജനനത്തിങ്കൽ പരിഭ്രാന്തനായ ഹെരോദാവ് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന വിധമൊക്കെയും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതു മുതൽ യഹൂദ മതത്തിലെ നേതാക്കന്മാർ തുടങ്ങി യഹൂദ മതത്തിലെ വിവിധ വിഭാഗങ്ങൾ വരെ അവനെ എതിർക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം അക്കൂട്ടർ അവൻ്റെ പിന്നാലെ തന്നെ നടന്ന് അവനെ ഉപദ്രവിക്കുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലമാകുമ്പോഴേക്കും അതിഭയങ്കരമായ ആക്രമണമാണ് നാം കാണുന്നത്. യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അവസാന 10 ദിവസങ്ങളിലെ സംഭവങ്ങളാണ് വായിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 10 ദിവസങ്ങളിലെ സംഭവങ്ങൾ ഞാനൊന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം ഏതാണ്ട് 150-ലധികം കാര്യങ്ങളാണ് പ്രസ്തുത 10 ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്നതാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ കാര്യങ്ങളെല്ലാം ചുരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓരോ കാര്യവും രേഖപ്പെടുത്തിയിട്ടുള്ള വേദഭാഗങ്ങളെല്ലാം ഞാനിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അവയൊന്നും ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വേദഭാഗങ്ങളെല്ലാം വായിച്ച് താരതമ്യ പഠനം നടത്താവുന്നതാണ്. അങ്ങനെ ചെയ്താൽ അതൊരു വലിയ ആത്മീയ അനുഭവമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വരുന്ന 10 ദിവസങ്ങൾ ദൈവവചനം ശരിക്കും വായിച്ച് ധ്യാനിച്ചാൽ
തീവ്രമായ ഒരു ആത്മീയ അനുഭവം നമുക്കുണ്ടാവുകയും ഉയിർപ്പിൻ്റെ മഹാസന്തോഷത്തോട് കർത്താവിൻ്റെ മടങ്ങിവരവിനായുള്ള തീവ്രമായ വാഞ്ഛയോടും ഒരുക്കത്തോടും നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക, ധ്യാനിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കിടുക, അനുഗ്രഹകരമായി ജീവിക്കുക. അതിനായി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ധ്യാന വായനയിലേക്ക് പ്രവേശിക്കാം. ഹോശാനയ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച. ഇന്ന് യേശു തൻ്റെ ഇഹലോക ജീവിതത്തിലെ അവസാന പെസഹ ആചരണത്തിനായി യെരുശലേമിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. യേശു ഈ നാളുകളിൽ നിരന്തരമായ യാത്രകളിലാണ്. ആ യാത്രകളിൽ തൻ്റെ അനുയായികളെ ഉപദേശിക്കുന്നുണ്ട്, അത്ഭുത പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പതിവ് പോലെ ഈ വെള്ളിയാഴ്ചയും യാത്ര ആരംഭിച്ച് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ധൃതിയിൽ ജനത്തിൻ്റെ മുമ്പിൽ കയറി മുമ്പോട്ട് പോകുന്നു. അത് ലൂക്കോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. ലൂക്കോസ് 19:28, മർക്കോസ് 11:1. തുടർന്ന് വായിക്കുന്നത്, അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫാഗയിലും ബേഥാന്യയിലും എത്തി എന്നാണ്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. യോഹന്നാൻ 12:1. യേശു അന്ന് ആ വെള്ളിയാഴ്ച ബേഥാന്യയിൽ പാർത്തു. അങ്ങനെ പറയാൻ കാരണം തുടർന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അവിടെ വെച്ചാണ് മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം യേശുവിൻ്റെ കാലിൽ പൂശിയത്. മത്തായിയും മർക്കോസും പെസഹായ്ക്ക് 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 26:6-13 വരെ, മർക്കോസ് 14:3-9 വരെ. എന്നാൽ ലൂക്കോസ് ആകട്ടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് നടന്ന ഒരു സംഭവമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 7:36-50 വരെ. മാത്രമല്ല, അത് സംഭവിച്ചത് കുഷ്ഠരോഗിയും പരീശനുമായ ശീമോൻ്റെ വീട്ടിൽ വെച്ചാണ് എന്നാണ് സമവീക്ഷണ സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തുടർന്ന് സംഭവിച്ചതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ വിവരണമാണ് കുറേ കൂടെ ശരി എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ് യേശു ബേഥാന്യയിൽ എത്തുന്നത്. അതനുസരിച്ച് യേശു അന്ന് ബേഥാന്യയിൽ തന്നെ രാപാർക്കുകയാണ്. ശനിയാഴ്ച അവൻ അവിടെ ഉണ്ടെന്ന്, അതായത് ബേഥാന്യയിലെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു. യോഹന്നാൻ 12:9. യഹൂദ മത നേതാക്കൾക്ക് യേശുവിനോട് കടുത്ത വൈരമുണ്ടായിരുന്നുവെങ്കിലും ഈ ശനിയാഴ്ചയുടെ പ്രത്യേകത ഇന്ന് ആ വൈരാഗ്യം വർദ്ധിക്കുവാനൊരു കാരണമായി എന്നതാണ്. യോഹന്നാൻ 12:10-11 വാക്യങ്ങൾ നോക്കുക. അവൻ ഹേതുവായി, അതായത് യേശു ഉയർപ്പിച്ച ലാസർ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കാൻ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ആ ശനിയാഴ്ച ബേഥാന്യയിലെ ഭവനത്തിൽ അനേകം യഹൂദരുടെ മാനസാന്തരം സംഭവിക്കുകയാണ്. ആ സംഖ്യ ചെറുതല്ലായിരുന്നുവെന്ന് മഹാപുരോഹിതന്മാരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഹോശാന ഞായർ. യോഹന്നാൻ 12:13 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പിറ്റേന്ന്, അത് ഞായറാഴ്ച, പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു.
ഇപ്പോഴേക്കും കഴിഞ്ഞ ദിവസം ബേത്ഭാഗയിലേക്ക് പോയ ശിഷ്യന്മാർ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രമൊക്കെ അവയുടെ മേലിട്ട് ഒരുക്കി നിർത്തിയിരുന്നു. മത്തായി 21:7-8. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വിതറി യെരുശലേമിലേക്ക് പോകുന്ന വഴി അലങ്കൃതമാക്കി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. മത്തായി 21:8-9. മത്തായി തുടർന്ന് പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. മത്തായി 21:10. അത് കണ്ട് അസ്വസ്ഥരാകുന്ന പരീശന്മാരെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. യോഹന്നാൻ 12:19. ഹോശാന യാത്ര യെരുശലേം നഗരത്തോടടുത്തപ്പോൾ യേശു നഗരത്തെ നോക്കി വിലപിക്കുന്നത് കാണാം. മാത്രമല്ല, ആ നഗരം നേരിടാൻ പോകുന്ന നാശത്തെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ലൂക്കോസ് 19:41-44 വരെ. മത്തായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതീവ ഹൃദ്യമായാണ്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 23:37-39 വരെ. വല്ലാത്ത ഹൃദയവേദനയുമായി യേശു നേരെ ദേവാലയത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയം തിളച്ച് മറിയുകയാണ്. 4 സുവിശേഷകരും ദേവാലയത്തിലെ യേശുവിൻ്റെ പ്രവൃത്തി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ വലിയ കച്ചവടം നടക്കുന്നു, പ്രാവിനെ വിൽക്കുന്നു, ആടുമാടുകളെ വിൽക്കുന്നു, നാണയം എക്സ്ചേഞ്ച് ചെയ്യുന്നു. യേശു എല്ലാം അടിച്ച് തകർക്കുകയാണ്. കൂട്ടത്തിൽ അവൻ അട്ടഹസിക്കുകയാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമെല്ലാം ഈ സംഭവങ്ങളെല്ലാം കണ്ട് അസ്വസ്ഥരാവുകയും യേശുവുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. യേശു ദേവാലയത്തിലെ അശുദ്ധിയും അധാർമികതയും കണ്ട് അവരോട് കയർക്കുകയും ദൈവവചനത്തോടുള്ള അവരുടെ വിമുഖതയെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. ദൈവവചനം നിങ്ങൾ ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലയോ എന്നാണ് യേശുവിൻ്റെ ചോദ്യം. അതിനിടയിൽ പോലും ദേവാലയത്തിൽ തൻ്റെ അടുക്കൽ വന്ന കുരുടന്മാരെയും മുടന്തന്മാരെയും ഒക്കെ യേശു സൗഖ്യമാക്കുന്നുമുണ്ട്. മത്തായി 21:14. മത്തായി 21:17 പറയുന്നു, പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാന്യയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു എന്ന. അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന പ്രയോഗം നൽകുന്ന സൂചന അനുസരിച്ച് ദേവാലയ പരിസരത്തോ നഗരത്തിലോ പാർത്താൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് യേശു തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിയതാണ് എന്ന് വ്യക്തം. അങ്ങനെ ഞായറാഴ്ച രാത്രിയും യേശു ബഥാന്യയിലാണ് താമസിച്ചത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തെയും സംഭവങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിക്കുന്നതിനാൽ ബാക്കിയുള്ള സംഭവങ്ങൾ കൂടെ ശരിക്കും വായിക്കണമെങ്കിൽ ഈ എപ്പിസോഡ് വളരെയധികം ദീർഘമായി പോകുമെന്നതിനാൽ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ച് ബാക്കി അടുത്ത എപ്പിസോഡുകളിലായി നമുക്കൊരുമിച്ച് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ പറഞ്ഞതുപോലെ അവൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് സഹതപിക്കുന്നതിനല്ല, നമ്മുടെ ജീവിത നിലപാടുകളെ പരിശോധിക്കുന്നതിന് ഈ ധ്യാന വായന നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.